ഓക്കെ, അവിടെ എന്തോ നടക്കുന്നുണ്ട്, എന്തോ ഒരു ഷോ അവിടെ ഉണ്ട്. ലെറ്റ് മീ ചെക്ക് ഔട്ട്. ഓക്കെ, സ്ട്രീറ്റ് ഷോ എന്തോ ആണ്. സ്ട്രീറ്റ് പ്ലേ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അതൊരു മൃഗം ആയിരിക്കും അല്ലേ? ഈ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കഥ എന്താണെന്ന് മനസ്സിലാവുന്നില്ല, എന്നാലും ഞാൻ കാണുവാണ്. Vi har ridd på et esel hele veien fra Nordpolen for å komme dit. Akkurat sånn så det ut. Ikke på natur, men vi har endelig kommet hit til Trondheim. Og vi har kommet med et viktig oppdrag. For hvem er det som har sendt oss? Selveste julenisse! Det er riktig. Og hva var det han sa til oss? Kan du ikke fortelle akkurat som han gjorde? ഇവരുടെ ഭാഷ എങ്ങനെയും പഠിച്ചെടുക്കണം. ഇത് കാണുമ്പോൾ എനിക്ക് അതാണ് തോന്നുന്നത്. ഓക്കെ, നോനോ എന്നാണ്. ഇത് കാണുന്നവരിലെ നോർവീജിയൻ ഭാഷ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ ഈ പ്ലേയിൻ്റെ തീം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ ഈ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ തിരക്കിൽ രാഹുൽ ഓടുവാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ബാഗ് അവിടെ എവിടെയോ വെച്ച് ഞങ്ങൾ മറന്നു. അത് കിട്ടിയാൽ മതിയായിരുന്നു. ദൈവമേ, ഞങ്ങളുടെ ബാഗ് അന്വേഷണത്തിലാണ്. ഞങ്ങൾ ഇവിടുത്തെ ഒരു സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ ഇവിടുത്തെ ബാറിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചോദിച്ചു നോക്കണം എന്തായിരിക്കും. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ബാഗ് ഞങ്ങൾക്ക് തിരികെ കിട്ടി. ഇനി എന്തായാലും നന്നായിട്ട് സൂക്ഷിച്ച് പോണം. അപ്പോൾ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ബാഗ് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങൾ അവിടെ പോയി ഇവിടെ ഒരു 2 ലേഡീസിനോട് സംസാരിച്ചു, ഇവിടെ അങ്ങനെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് വല്ലതും ഉണ്ടോ എന്നൊക്കെ. അങ്ങനെ അവർ പറഞ്ഞു, ഓക്കെ, ഈ ഫുഡ് കോർട്ട് പോലെയുള്ള ഈ ടെൻറ്റിൻ്റെ ഉള്ളിൽ സെക്യൂരിറ്റി ഉണ്ട്, അവർക്ക് അറിയായിരിക്കും. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവരോട് പോയി താങ്ക്സ് പറയട്ടെ. അതിൽ കാരണമാണ് എന്തായാലും ഞങ്ങൾക്ക് ബാഗ് കിട്ടിയത്. ഞങ്ങളുടെ മിസ്റ്റേക്ക് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. Put it on the receipt. Thank you very much. പാൻകേക്ക്, ചൂട് ചൂട് പാൻകേക്ക്. ജൈന്റ് വീലിന് ടിക്കറ്റ് എടുക്കുകയാണ്. വലിയ ക്യൂ. ടിക്കറ്റ് എടുക്കാൻ ക്യൂ ഇല്ല, പക്ഷെ കയറാൻ നല്ല ക്യൂ ഉണ്ട്. ഒരു റൗണ്ടിലോട്ടുള്ള ക്യൂ ആണ്. As long as it doesn't take like 1 hour, because we don't have Nasıl? Bir de gülümse. Senin olduktan sonra her şey değişti. ആ ദൂരെ കാണുന്ന ഒരു വെള്ളം, അതാണ് ഫ്യോർഡ്, ട്രോണ്ടേം ഫ്യോർഡ്.
അപ്പം നോർവേൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ളൊരു പ്രത്യേകതയാണ് ഫ്യോഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഫ്യോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ ഗ്ലേഷ്യേഴ്സ് ഉരുകി അതിൻ്റെ ഒരു മോഷൻ കാരണം ഉണ്ടാകുന്ന വളരെ ആഴത്തിലുള്ള താഴ്വാരങ്ങളിൽ പതുക്കെ വെള്ളം നിറഞ്ഞ്, ഗ്ലേഷ്യർ ഉരുകി വെള്ളം നിറഞ്ഞ് പതുക്കെ പിന്നെ കടൽ അതിലേക്ക് എൻഗൾഫ് ചെയ്ത് രൂപപ്പെട്ട് ഉണ്ടാകുന്ന ഒരു ഭൂപ്രതിഭാസമാണ് ഫ്യോഡുകൾ എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ഫ്യോഡാണ് നമ്മൾ ആ ദൂരെ കാണുന്നത്. ആ ഫ്യോഡിൻ്റെ ഒരു സൈഡിലാണ് ട്രോൺഡെയിം സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഫ്യോഡുകൾക്ക് 1 കിലോമീറ്റർ വരെ ഒക്കെ ആഴം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് ട്രോൺഡെയിം ഫ്യോഡിന് 600 മീറ്റർ ആഴമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫ്യോഡും കരയിലെ സിറ്റിയും ഒക്കെ അതിൻ്റെ കാഴ്ചകളൊക്കെ ജയൻ വീലിൽ നിന്ന് കണ്ട് നമ്മൾ ഇറങ്ങുകയായി മാർക്കറ്റിലെ ബാക്കി കാഴ്ചകൾ കാണാൻ. ഇനിയും കുറച്ചുകൂടെ ടെൻസ് കൂടെ ബാക്കിയുണ്ട്. ഇപ്പോൾ നമുക്ക് പലതരം ക്യൂർഡ് മീറ്റ്, അതായത് നമുക്ക് ഉണക്കി ഉപ്പ് വെച്ച് ട്രീറ്റ് ചെയ്ത ഒരു പലതരം മീറ്റ്, റെയിൻഡിയറിൻ്റെ ഇറച്ചി, അങ്ങനെ പലതരം സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുന്നത് ഈ ഒരു സെക്ഷനിലാണ്. റെയിൻഡിയറിൻ്റെ മീറ്റാണ് ഇത് ഉള്ളത്. ഒരു ഫെർമെൻറ്റഡ് ട്രീറ്റ് ചെയ്ത മീറ്റാണ്. ഇതിനെത്രയാ? പ്രൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു വീഡിയോ എടുത്തേ. ഓ, താങ്ക് യു. Will buy one? I'll buy one. It has some pepper taste. I feel some. Yeah. It's very nice, very nice. It's also honey. Sorry? It's also honey, like this. In the റെയിൻഡിയറിന്റെ മീറ്റാണിത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കൗതുകം തോന്നി. നമുക്ക് റെയിൻഡിയർ എന്ന് പറയുന്ന ഈ ജീവി, അതായത് ഈ ജീവിയുടെ മീറ്റാണ് ഇങ്ങനെ ക്യൂർ ചെയ്ത് ഉണക്കി ട്രീറ്റ് ചെയ്ത് റെഡി ടു ഈറ്റ് ഫോമിലുള്ള ഒരു ഇത്രയും പോകുന്ന ഒരു കണ്ടെയ്നറിൽ ഒരു ബോക്സിൽ നമുക്ക് തന്നു. അപ്പോൾ അവർ പറയുമായിരുന്നു അത് ഇവിടുത്തെ ഒരു സാധാരണമായിട്ടുള്ള ഒരു മീറ്റാണെന്നുള്ളത്. ഇപ്പം നോർവേയിലെ തന്നെ സതേൺ റീജിയനിലുള്ള സാമി ആളുകളുടെ ഫുഡ് ഐറ്റംസ് പ്രദർശിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു സ്റ്റോളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്കിത് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കൗതുകം അവരോട് എക്സ്പ്രസ് ചെയ്തപ്പം, നമ്മുടെ നാട്ടിൽ മാനിറച്ചി കഴിക്കുന്നതും വേട്ടയാടുന്നതും ഒക്കെ കുറ്റമാണല്ലോ. അപ്പോൾ ഞങ്ങളത് ഒക്കെ ഷെയർ ചെയ്യായിരുന്നു ആ ഡിഫറൻസസ്. അപ്പോൾ അവർ നമുക്ക് ഈ പാംഫ്ലെറ്റ് തന്നു, ടു റീഡ് മോർ അബൌട്ട് ദ സിസ്റ്റം ആൻഡ് വാട്ട് റെയിൻഡിയേഴ്സ് ആർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളിതൊന്ന് വായിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കഷ്ടപ്പെട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കണ്ടിട്ട് പുള്ളിക്കാരൻ എന്നാൽ ഇംഗ്ലീഷിലൊരു പാംഫ്ലെറ്റ് എന്ന് പറഞ്ഞ് തന്നാണിത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ബീഫ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വളർത്തുന്ന അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഉപ്പും കുരുമുളകും നമ്മൾ സാമ്പിൾ കഴിക്കാൻ കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നു അതിൻ്റെ ടേസ്റ്റ്. ചീസാണല്ലേ? Is with bukum fenugreek. It's used in a lot of Indian cuisine. ജീരകം ആണോ തോന്നുന്നു? അല്ല, അജ്വൈൻ, അയമോദകം ഇട്ടിട്ടുള്ള ചീസാണിത്. നമ്മളൊരു ഒരെണ്ണം മേടിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. നമ്മൾ സാമ്പിളായിട്ട് കഷ്ണങ്ങൾ തരും. അപ്പം നേരം ഇപ്പം 3:45 ഉള്ളൂ. എങ്കിലും സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് ഞങ്ങൾ യൂലൈ മാർക്കറ്റിൽ നിന്ന് തിരികെ പോവുകയാണ്. അപ്പം അവിടെ സിറ്റി ലൈറ്റ്സ് എല്ലാം നല്ല രീതിയിൽ അലങ്കരിച്ച് ഇരിക്കുകയാണ്. ഇപ്പോൾ ട്രോൺഹീം സിറ്റി സെൻറ്ററിൽ മൊത്തം നമുക്ക് അവിടെ ദൂരെ കാണാം റെഡ് ലൈറ്റിൽ ട്രോൺഹീം ടോർക്ക്. അതാണ് ഇവിടുത്തെ മോളിൻ്റെ, സിറ്റി സെൻറ്ററിലുള്ള മോളിൻ്റെ പേര്. കുതിരവണ്ടി വീണ്ടും കുട്ടികളെയും കൊണ്ട് റൗണ്ട് അടിച്ച് വരുന്നുണ്ട്. ഒരു കുതിരവണ്ടി ഓടിച്ചുകൊണ്ട് ഒരു ലേഡി കുറേ കുട്ടികളെയും പുറകെയിരുത്തി പോകുന്നൊരു കാഴ്ചയാണത്. അപ്പോൾ ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് മാർക്കറ്റും ട്രോൺഡെയിം സിറ്റിയിലെ കുറേ വിശേഷങ്ങളുമാണ്
ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഒരു എടുക്കുന്നതും ഞങ്ങൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സജഷൻസ് ഉണ്ടെങ്കിൽ, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. ഗുയൂൾ എന്ന് വെച്ചാൽ ഹാപ്പി ക്രിസ്മസ്.